ബി ആൻഡ് എക്സ്പേർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. എല്ലാം തന്നെ ഗൂഗിൾ ഫോമുകളാണ്. ഇതിന്റെ ഡൗൺലോഡിംഗ് ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. അത് നിങ്ങളൊരു ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും അതിൽ വരുത്താവുന്നതാണ്. മെയിനായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്വയം ഒന്ന് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പം നിങ്ങളൊരു ടീച്ചറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി എക്സാം കണ്ടക്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് ഞാൻ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 25 ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനത്തെ 10 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അതായത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ലിങ്ക് ലഭിക്കും. https://docx google.com എന്നൊക്കെ പറയുന്ന ഒരു ലിങ്ക് ലഭിക്കും. ഇതൊന്ന് കോപ്പി ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൽ തന്നെ നിങ്ങളുടെ ബ്രൗസറിൽ ഒന്ന് സൈൻ ഇൻ ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ടിൽ. എന്തിനാണ് സൈൻ ഇൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു എക്സാം നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വയം ഒന്ന് എക്സാം എഴുതി നോക്കുകയോ, അതും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കും, അവർ എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ സേവ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഗൂഗിൾ ഫോം വഴി നമ്മളൊരു എക്സാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് വരുന്നത് ഗൂഗിൾ ഷീറ്റിലായിരിക്കും. ഓക്കെ, ഈ ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റും എല്ലാം തന്നെ നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് തന്നെയായിരിക്കും സേവ് ചെയ്യപ്പെടുന്നതും. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ, നമ്മൾ ഏത് ഇമെയിൽ അക്കൗണ്ട് ആണോ ആ അക്കൗണ്ടിൽ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ഗൂഗിൾ ക്രോമിനകത്ത് സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട്, ഇമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ യൂസ് അനദർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു അക്കൗണ്ട് എടുക്കുന്നു, സെബില രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നു. ഓക്കെ, നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും മുകളിലെ അഡ്രസ് ബാറിൽ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വരും, ഗൂഗിൾ ഡ്രൈവ്, കോപ്പി ഡോക്യുമെന്റ്, വുഡ് യു ലൈക്ക് ടു മേക്ക് എ കോപ്പി ഓഫ് MS ഓഫീസ് ക്വസ്റ്റ്യൻ പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ നമ്മൾ മേക്ക് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് വരും, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൽ ഇത് ഓപ്പൺ ആയി വരും. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്, എൻ്റെ അക്കൗണ്ടിലുള്ളത്. ഇതിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യുന്നു. ഓക്കെ, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരേ ഒരു ലിങ്ക് മാത്രമാണ്. ആ ലിങ്ക് നിങ്ങൾ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക, മേക്ക് എ കോപ്പി എടുക്കുക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പറായി. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ബാനർ ഇമേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡിങ്, ഓക്കെ, എല്ലാം തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 100% പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാൻ ഇവിടെ നമുക്കിതാ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് വരും, റണ്ണിങ് മോഡിലേക്ക് വരും. ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഏതെങ്കിലും സ്റ്റുഡൻസിനാണ് ഇത് അയച്ചു കൊടുക്കുന്നത് എങ്കിൽ അതിന് മുൻപ് നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാം തന്നെ ഗൂഗിൾ ഫോം പഠിച്ച ഒരാൾക്ക് അറിയുന്നതാണ്. അതായത് ലിമിറ്റ് ടു 1 റെസ്പോൺസ്, അതുപോലെ തന്നെ കളക്ട് ഇമെയിൽ അഡ്രസ്സ്, എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, അതൊക്കെ ഗൂഗിൾ ഫോമുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ഒരാൾ ഒരു പ്രാവശ്യം മാത്രമേ എക്സാം എഴുതാൻ പാടുള്ളൂ, ക്വസ്റ്റ്യൻസ് ഷഫിൾ ഓർഡറിൽ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ എക്സാം എഴുതുന്ന ആളുടെ കയ്യിൽ നിന്ന് അവരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒരാളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഈ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യാനുസരണം ഒന്ന് സെറ്റ് ചെയ്യുക. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഗൂഗിൾ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം, സെൻഡ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, അത്തരം വീഡിയോസിനകത്തായിരിക്കും അതുണ്ടാവുക. ഇത് ഞാൻ മെയിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്.
10 നമ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആവശ്യാനുസരണം നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ ലിങ്ക് എടുക്കാം, ലിങ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ ലിങ്കും ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചാലും മതി. ആവശ്യാനുസരണം അത് എഡിറ്റ് ചെയ്ത് കുട്ടികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കൂടുതൽ ട്രിക്സും ടിപ്സും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസും ഒക്കെ ആയി ബി ആൻ എക്സ്പേർട്ട് ടീം വീണ്ടും എത്തും. ഓക്കെ, അപ്പം അതുവരേക്കും ബൈ.